നമുക്കിപ്പോൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എവിടെ? മലപ്പുറത്ത് തന്നെയാണോ? ഇവിടെ മങ്ങാട്ടുപുലം. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. 6 മണിക്ക് ഇവിടെ നിത്യം എത്തും. എല്ലാ ദിവസവും 6 മണിക്ക് വരും. നടക്കുമോ അതോ? നടക്കും. പിന്നെ ഇവിടെ കളി ഉണ്ടാകുമ്പോ അവിടെ കയറിയിരിക്കും. പിന്നെ ഈ വയോജന കേന്ദ്രത്തില് കളിയൊക്കെ കാണാറുണ്ടോ? ഒക്കെ കാണാം. ടി വി കാണാറുണ്ടോ? എല്ലാം കാണാം. വേൾഡ് കപ്പ് ഒക്കെ കാണാം. മെസ്സി ഇഷ്ടമാണ്. ആണ്. പണ്ട് മർഡോണയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നാണല്ലോ അന്നത്തെ കാലത്ത്. പെലെ, മർഡോണ അല്ലേ? എല്ലാ കളികളും കാണും. എല്ലാ കളിയും കാണും. മെസ്സി വരാൻ പോകുന്നു കേട്ടു. വരാൻ പോകുന്നുണ്ട്. കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോണോ? വല്ലാതെ തടിയുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. കൊച്ചിയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത് വരികയാണെങ്കിൽ അല്ലേ? ഇത്തവണത്തെ ലോകകപ്പൊക്കെ കണ്ടായിരുന്നോ? ടി വിയിൽ ഒക്കെ കണ്ടിരുന്നു. എല്ലാം കണ്ടു. അത് രാവിലെ ആണെങ്കിൽ ഉണ്ട്. പഴയ റേഡിയോ ഉണ്ട്. പഴയ റേഡിയോ ഒഴിവാക്കൂല. ഒരു 50-60 കൊല്ലം മുന്നുള്ള റേഡിയോ വരെ നമ്മളെ വീട്ടിലുണ്ട്. കപ്പാസിറ്റി കമ്മിയാണെന്നുള്ളൂ. അപ്പൊ ഫുട്ബോളിനെ നോക്കൂ. കപ്പാസിറ്റി ഫുട്ബോൾ 6 ടീം വരെ കൊണ്ടായിരുന്നു. ചെറിയ ടീം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും കളിച്ചിരുന്നു. അത് കളിക്കാൻ പോകുമായിരുന്നു. കളിച്ചാൻ പോയിരുന്നു. അത് മിഡ്ഫീൽഡർ ആയിരുന്നോ, സ്ട്രൈക്കർ ആയിരുന്നോ, ഡിഫൻഡർ ആയിരുന്നോ? അത് ടീം നമ്മളെ തന്നെ കായ് മുടക്കി കുട്ടികളെ വെച്ചിട്ട് നമ്മളെ ടീം കൊണ്ടുവരുന്നു. മാനേജറായിരുന്നു. എത്ര ടീം ഉണ്ടായിരുന്നു? 6 ടീം ഉണ്ടായിരുന്നു. മങ്ങാട്ടുപുലം എന്ന് പറയുന്ന 6 ടീമുകളുടെ മാനേജറാണ്. ആൾക്കാർക്കൊക്കെ അറിയാം. അതെ. നമ്മളുടെ അർജന്റീന വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര്, മലപ്പുറം മാത്രമല്ല കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ്. പ്രായഭേദമന്യാണ്. കുഞ്ഞു മുതൽ ഇപ്പൊ എത്ര വയസ്സായി? 70 പിന്നിട്ടവരും 7 പിന്നിട്ടവരും 75 കഴിഞ്ഞു. അപ്പൊ 7 പിന്നിട്ടവരും എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുകയാണ് നമ്മുടെ മെസ്സി വരുന്നതും കാത്ത്. ഇവിടെ പിലാവായിരുന്നു. ആക്കെ വെട്ടി മാറ്റി നമ്മള് ഗ്രൗണ്ടാക്കി ആ പിലാവിന്റെ ബേർമ കുത്തുന്നൂടി പാള കുത്തി വിറ്റിന്റെ ആളാണ്. അതായത് ഈ കോട്ടപ്പടി സ്റ്റേഡിയം തന്നെ വരുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കോട്ടപ്പടി സ്റ്റേഡിയം പോലെ സ്റ്റേഡിയം ഒക്കെ വന്നത് ഇങ്ങനെയുള്ള സാധാരണക്കാരായ കുറേ മനുഷ്യരുടെ ഈ കാൽപന്ത് കളിയോടുള്ള പ്രണയം കൊണ്ടാണ്. അപ്പോൾ ആ പ്രണയം യഥാർത്ഥത്തിൽ വന്യമായ പ്രണയമാണ്. നമ്മൾ കാൽപന്ത് കളിയുടെ കാര്യം പറഞ്ഞാൽ മലപ്പുറത്തേക്ക് വരുമ്പോൾ അല്ലേ, ഒരുപാട് പേര് നമുക്കൊപ്പം ഉണ്ട്. അവരിലേക്കൊക്കെ വരാം.